ആ ചിരി, എന്താ ചിരി? ലോകത്ത് ആരെയും മയക്കിക്കളയുന്ന ആ ചിരി, സരിനെ മയക്കിയിട്ടുണ്ടോ എത്ര ചിരി? പേര് വീണുപോയ ചിരിയാ. ഇത് കൂടുതൽ എന്താ ഞാൻ പറയണ്ടത്? പോസിറ്റീവ് ഇല്ല. ഇത് കൂടുതൽ പോസിറ്റീവ് ഉണ്ടോ? ഇതിലും കണ്ടില്ലേ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്നൊക്കെ പറയില്ലേ. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം എക്സ്പോസ് ചെയ്തത് ഞാനാണ് എന്ന് സരിൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞതാണ്. ഞാനത് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നുമില്ല. ഞാനിത് പറഞ്ഞത് ഇപ്പൊ കേരളം പൊതുസംഭവം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമായി ഊന്നി നിന്നുള്ള വിമർശനമല്ല. പാർട്ടിയിൽ പൊതുവിൽ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ചിലർക്ക് വേണ്ടി അയവ് വരുത്തുകയും ചിലർക്ക് വേണ്ടി വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നതിനെയും കൂടിയാണ് ഞാൻ എതിർത്തത്. അല്ലാതെ ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയല്ലായിരുന്നു എൻ്റെ എന്താ പറയുക കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. എന്നെങ്കിലുമൊക്കെ കേരളം മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തി നമുക്കൊക്കെ ഉണ്ട്. അത്രയും. എടോ പരനാറി സരിനെ, നീ എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത്രയൊക്കെ നീ അയാളെ വേട്ടയാടിയിട്ടും, ഇത്രയൊക്കെ നീയും നിന്റെ ശിങ്കിടികളും DYFIയുടെയും CPMൻ്റെയും ക്രിമിനൽ തെമ്മാടികളും ചേർന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവിനെ വേട്ടയാടിയിട്ടും എന്നെങ്കിലും ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഈ സരിന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയോ? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിൻ്റെ ജനപ്രീതിക്കോ അയാളുടെ സ്വീകാര്യതക്കോ എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് ഈ പറയുന്ന സരിന് നെഞ്ചത്ത് കൈവച്ച് പറയാനാവുമോ? ആകുമോ? അത് എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇനി സരിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു ആത്മവിചിന്തനം സരിൻ ചെയ്തതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും സരിൻ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരനാറിയായ സരിനെ നിന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മറുകണ്ഠം ചാടിപ്പോയപ്പോൾ നിന്റെ കണക്കുകൂട്ടൽ എന്തായിരുന്നു? പാലക്കാട്ടെ ജനം നിന്നെ സ്വീകരിക്കും, നിനക്ക് വേണ്ടി വിധിയെഴുതും, നിന്നെ വിജയിപ്പിക്കും എന്നല്ലേ നീ കരുതിയത്? നീ കണക്ക് കൂട്ടിയില്ലേ? നീ കണക്ക് കൂട്ടി. ഓക്കെ, നമുക്ക് പോളിങ്ങിന് മുമ്പ് പ്രചരണത്തിൻ്റെ ഘട്ടത്തിലൊക്കെ പല കണക്ക് കൂട്ടലുകളും പല അവകാശവാദങ്ങളും പല വെല്ലുവിളികളുമൊക്കെ ആവാം. പോളിങ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പെട്ടി തുറന്ന് വോട്ട് എണ്ണുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് വരെ നിന്റെ വെല്ലുവിളിയും നിന്റെ അവകാശവാദവും എന്തായിരുന്നു? എന്നിട്ട് നീ എന്താണ് പറഞ്ഞത്? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ ബലി കൊടുക്കുകയാണ്, അടൂരിൽ നിന്നെത്തിച്ച് ബലിക്ക് മൃഗമാക്കുകയാണ്, കോൺഗ്രസിൻ്റെയും UDFൻ്റെയും അടിത്തറ പാടെ തകർന്നു പോകും എന്നൊക്കെയല്ലേ നീ പറഞ്ഞത്? നീ പറഞ്ഞ കാര്യങ്ങൾ പാലക്കാടൻ ജനത അംഗീകരിച്ചിരുന്നോ? നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നീ ഒരു ക്യാമറക്ക് മുന്നിലും അല്ല, നിനക്ക് ആർക്ക് വേണ്ടിയും പണിയെടുക്കണ്ട, ഒന്നും വേണ്ട, നീ നിൻ്റെ മനസ്സാക്ഷിക്ക് മുന്നിൽ നീ പറഞ്ഞ കാര്യങ്ങൾ പാലക്കാട്ടെ ജനത അത് ഉൾക്കൊണ്ടിരുന്നോ എന്നുള്ള ഒരു ചോദ്യം നിൻ്റെ മനസ്സാക്ഷിയോട് നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടങ്ങളിലും അത് കഴിഞ്ഞും വോട്ടിങ് കഴിഞ്ഞും പോളിംഗ് കഴിഞ്ഞും എണ്ണുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് വരെ നീ നടത്തിയ അവകാശവാദങ്ങളെക്കുറിച്ച് നീ ഒരു ആത്മവിചിന്തനം നടത്തിയിട്ടുണ്ടോ? ഉണ്ടോ? എന്നിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നീ പറഞ്ഞതുപോലെ അടിത്തറ പാടെ തകർന്ന് തരിപ്പണമായത് ആരായിരുന്നു? നീയായിരുന്നില്ലേ? നിന്നെ പിന്താങ്ങിയ, നിന്റെ മൂട് താങ്ങിയ CPM ആയിരുന്നില്ലേ? അല്ലേ? പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണ്? കോൺഗ്രസിന് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. BJPക്ക് അവരുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. CPMന് എന്ന് പറഞ്ഞാൽ 10 വർഷമായിട്ട് പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ CPMന് പാലക്കാട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. മനസ്സിലാക്കണം. പാലക്കാട് പൊന്നാപുരം കോട്ടയാണ്, നിങ്ങളുടെ കോട്ടയാണ്, പാർട്ടി ഗ്രാമമാണ് എന്നൊക്കെ പറയുന്ന അതേ പാലക്കാട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. സ്റ്റെതസ്കോപ്പ് അടയാളത്തിൽ മത്സരിച്ച സരിൻ എന്ന് പറയുന്ന പരനാറി എത്ര വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് തോറ്റത്? രാഹുൽ മാങ്കൂട്ടവും ഈ സരിനും തമ്മിലുള്ള വോട്ടിൻ്റെ അന്തരം എന്തായിരുന്നു? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 28,000-ലധികം വരുന്ന വോട്ടിൻ്റെ ഒരു
ഡിഫറൻസ്. 3-ാം സ്ഥാനത്തുള്ള സരിനും 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ ഉണ്ടായില്ലേ? അപ്പോൾ സരിന് എപ്പോഴെങ്കിലും സ്വന്തം മനസാക്ഷിയോട് പറഞ്ഞിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പറയുന്ന നീ മുന്നോട്ട് വെച്ച എന്തെങ്കിലും ഒരു കാര്യം ജനം ഏറ്റെടുക്കുകയോ അത് ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് നിൻ്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയോ? കഴിയില്ല. ചിരിച്ചു കണ്ട് കഴുത്തറുത്തത് അത് രാഹുൽ മാങ്കൂട്ടമല്ല. അയാൾ പാർട്ടിക്ക് പുറത്ത് നിർത്തിയപ്പോഴും പാർട്ടി അയാളെ പടിയടച്ച് പിണ്ടം വെച്ചപ്പോഴും അയാൾ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ പറിച്ചു മാറ്റാൻ കഴിയില്ലെന്ന് ആണയിട്ട് അടിവരയിട്ട് പറയുന്ന വ്യക്തിയാണ്. നീയോ നീ അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന, നിന്നെ ഉണ്ടാക്കിയ നിന്റെ തന്തയെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ, നിന്നെ ഉണ്ടാക്കിയ നിന്റെ തന്തയ്ക്ക് പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ, നാണമുണ്ടാക്കുന്ന രീതിയിൽ, നാണം കെടുത്തുന്ന രീതിയിൽ നീ MLA ആവണം, MLA ബോർഡ് വെച്ച കാറിൽ സഞ്ചരിക്കണം, MLA ഓഫീസ് തുറക്കണം, MLA എന്നുള്ള 3 അക്ഷരം നിന്റെ പേരിന് പിന്നിൽ ഒരു വാലായി കൂട്ടിച്ചേർക്കണമെന്നുള്ള അതിമോഹത്തിന് പുറത്തല്ലേ നീ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൻ്റെ പേരിൽ മറുകണ്ഠം ചാടിയത്? അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ആ ചൊവ്വാഴ്ച ദിവസത്തിന് തൊട്ട് തലേ ദിവസം, അതായത് തിങ്കളാഴ്ച ദിവസം രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം വരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ച വ്യക്തിയാണ് ഈ സരിൻ എന്ന് പറയുന്ന പരനാറി. അപ്പോൾ അന്ന് വരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് VD സതീശൻ്റെ കാലിൽ വീഴ് പറയുമ്പോഴും ഷാഫി പറമ്പിലിൻ്റെ കാല് പിടിക്കുമ്പോഴും അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന K സുധാകരൻ്റെ കാല് പിടിക്കുമ്പോഴും കോൺഗ്രസ്സുകാർ ഒരു പ്രശ്നക്കാരായിരുന്നില്ല ഈ പരനാറിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ ഉണ്ടാക്കിയ ഇവൻ്റെ തന്ത ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ തന്ത പോലും നാണം കൊണ്ട് തല കുനിക്കുമെന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? ആ തിങ്കളാഴ്ച ദിവസം ഇരുട്ടുന്നത് വരെ, എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് വരെ ഇവൻ എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു നടക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് ഇവനൊരു വാർത്താ സമ്മേളനം നടത്തുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും VD സതീശനെയും തെറി പറഞ്ഞുകൊണ്ട് മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥിയാകുന്നതും കോൺഗ്രസിന് ഭൂലോക തോൽവി ചാപ്പ കുത്തി അടിച്ചേൽപ്പിക്കുന്നതും. പക്ഷേ ജനമെന്ന് പറയുന്ന ഒന്നുണ്ട് സരിൻ, അത് മനസ്സിലാക്കണം. കാരണം പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും ജനമാണ് അവരുടെ ഇന്ധനം, അവരുടെ ഊർജം എന്ന് പറയുന്നത്. ജനം തട്ടിമാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ഇല്ലെന്നേ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നീ 2021 ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ചില്ലേ? ഒറ്റപ്പാലത്ത് നിന്ന് മത്സരിച്ചിട്ട് UDFൻ്റെ കൂടെ നിന്ന് മത്സരിച്ചിട്ട് നിനക്ക് വിജയിച്ച് കയറാൻ കഴിഞ്ഞോ? മാത്രവുമല്ല, അത് കഴിഞ്ഞ് നീ മറുകണ്ഠം ചാടിയിട്ട് LDFൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചില്ലേ? അവിടെയും നിനക്ക് ഭൂലോക തോൽവിയായിരുന്നില്ലേ നിന്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്? അതാണ് ഞാൻ ചോദിച്ചത്. നീ എപ്പോഴെങ്കിലും ഒരു പരനാറിയാണ് എന്ന് നിന്റെ മനസാക്ഷി നിന്നോട് പറയും നീ ഒരു പരനാറിയാണ് എന്ന്. നീ ഒരു ആത്മവിചിന്തനം നടത്തിക്കഴിഞ്ഞാൽ നിന്റെ മനസ്സ് നിന്നോട് തന്നെ പറയും നീ ഒരു പരനാറിയാണ്. നീ അധികാരത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും കൂട്ടിക്കൊടുപ്പ് നടത്താനും മടിയില്ലാത്ത ഒരു പരനാറിയാണ് നീ എന്ന് നിന്റെ മനസാക്ഷി നിന്നോട് പറയും. മനസ്സിലായില്ലേ? പിന്നെ രാഹുൽ മാങ്കൂട്ടം, രാഹുല് മത്സരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ പൊതുജനം 18,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിന് അയാളെ വിജയിപ്പിച്ച് വിട്ടത്. മനസ്സിലാക്കണം നീ. രാഹുലിനെയും ഷാഫിയെയും കോൺഗ്രസിനെയും VD സതീശിനെയും ഒക്കെ വെല്ലുവിളിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന നീ മറുകണ്ഠം ചാടിയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നെ കാത്തിരുന്നത് വിജയമായിരുന്നില്ല. ഒരു മികച്ച പ്രകടനം പോലും കാഴ്ചവെക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. മറിച്ച് നീ 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ആ ചിരി അത് വളരെ വളരെ ആത്മാർത്ഥതയുള്ള, നിഷ്കളങ്കതയുള്ള ചിരി തന്നെയാണ്. അത് ജനത്തിനറിയാം. നിന്നെപ്പോലെ കഴുത്തറുക്കുന്ന ചിരിയല്ല. നീ തിങ്കളാഴ്ച വരെ സതീശൻ്റെ മുഖത്ത് നോക്കിയും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം, അതാണ് ഞാൻ തിങ്കളാഴ്ച എന്ന് പറയുന്നത്, ആ തിങ്കളാഴ്ച വരെ സതീശൻ്റെ മുഖത്ത് നോക്കി, K സുധാകരൻ്റെ മുഖത്ത് നോക്കി, അതുപോലെ ഷാഫി പറമ്പിലിൻ്റെ മുഖത്ത് നോക്കി, അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ മുഖത്ത് നോക്കി നീ ചിരിച്ചത് നീ കൊലച്ചിരിയായിരുന്നു നിൻ്റെത്.
നീ അപ്പോഴേ ഉറപ്പിച്ചിരുന്നു എന്ത്? നിന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ നീ മറുകണ്ഠം ചാടും, സതീശനെ തെറി വിളിക്കും, ഷാഫി പറമ്പിലിനെ തെറി വിളിക്കും, അങ്ങനെ ഞാൻ മറുകണ്ഠം ചാടി അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ പണിയും ഞാൻ എടുക്കുമെന്ന് നീ ആദ്യമേ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ നിന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നീ കാല് പിടിച്ച് കരഞ്ഞ ദിവസങ്ങളിൽ നീ ഇവരുടെ മുഖത്ത് നോക്കി ചിരിച്ചതാണ് കൊലച്ചിരി. അതുകൊണ്ടാണ് നിന്നെ വീണ്ടും പരനാറിയാണ് എന്ന് നിന്നെ വിശേഷിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടം, ഇനി നിനക്കൊരു കാര്യം അറിയോ? നീ എന്തുകൊണ്ട് പാലക്കാട് നീ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ, എന്തുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിനക്ക് നീ നിന്റെ നേതൃത്വത്തോട് നീ എന്താണ് പറഞ്ഞത്? എനിക്ക് പാലക്കാട് വേണ്ട, എനിക്ക് സിറ്റിംഗ് സീറ്റുകൾ ഏതെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് ജയിക്കാവുന്ന സീറ്റ് വേണം എന്നല്ലേ നീ പറഞ്ഞത്? നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇന്നും ഈ നിമിഷവും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ അയാൾ പാട്ടും പാടി വിജയിക്കുമെന്നുള്ളതാ. അതിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാലക്കാട്ടെ ജനം ഇന്നും ഈ നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ സ്വീകരിക്കുന്നു, ആ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അവർ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം നീ തന്നെ കണ്ട കാഴ്ചകളാ, കേരളത്തിൽ മൊത്തം കണ്ട കാഴ്ചകളാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നീ ഉണ്ടാക്കിയ ഈ ഊഹാപോഹങ്ങൾ, ഈ വ്യാജ പരാതികൾ, പണം കൊടുത്ത് സ്ത്രീകളെ വിലക്ക് വാങ്ങിയിട്ട് മാർക്കറ്റിൽ പോയാൽ ബീഫ് കിലോ എത്രയെന്ന് ചോദിച്ചാൽ എല്ലിട്ടിട്ട് ഇത്ര വില, എല്ലില്ലാണ്ട് തൂക്കിയാൽ ഇത്ര വില. ചില സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ തൂക്കം, എല്ലില്ലാതൊരു തൂക്കം. ചില സ്ഥലത്ത് എല്ലോട് കൂടി മാത്രമേ തൂക്കുള്ളൂ. എന്താണെങ്കിലും ആ പച്ച ഇറച്ചിക്ക് വില പറഞ്ഞ് കണ്ടിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. ആ ഏർപ്പാടല്ല നീ ചെയ്തത്. സ്ത്രീ എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ പെടുന്ന ചിലരെ, ഇവരെ സ്ത്രീ എന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല, എന്നാലും അങ്ങനെയാണ്, സ്ത്രീകളാണ് എന്നാണല്ലോ പറയുന്നത്. ആ സ്ത്രീ എന്ന് പറയുന്നവരെ മാംസത്തിന് വില പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവരെ മുന്നിൽ നിർത്തിയല്ലേ നിനക്കൊരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിടാൻ കഴിയാതെ വന്നപ്പോൾ നീ നാണം കെട്ട് നിന്റെ മുഖത്ത് പാലക്കാട്ടെ ജനം കാർക്കിച്ച് തുപ്പിയപ്പോഴാണ് നീ പെണ്ണുങ്ങളെ ഇറക്കി, സ്ത്രീകളെ ഇറക്കി രാഹുലിനെ വീഴ്ത്താനുള്ള നിന്റെ പദ്ധതികൾ നീ നടത്തിയത്. അതൊരു ഭീരുവിൻ്റെ സ്വഭാവമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നത് ആരാണെന്ന് ജനത്തിനറിയാം. നീ ഇനി എപ്പോഴെങ്കിലും നിന്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചാൽ മതി, ആരാണ് നാറി, ആരാണ് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നത് എന്ന്. അപ്പം നിന്റെ മനസാക്ഷി നിന്നോട് തന്നെ പറയും, നീയാണതിൽ നമ്പർ 1 എന്ന്.